ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇന്നലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത വീഡിയോ, പക്ഷേ ചിലപ്പോൾ ഇന്ന് ഒരു വീഡിയോ കൂടെ വരും. അതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഞാൻ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മാച്ച് നടക്കില്ലേ, അപ്പോൾ അതൊരു ഹൈലൈറ്റ് പോലെ എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാം. ഇപ്പം മാച്ച് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്ത് എന്തായാലും കഴിയുമ്പോൾ എന്തായാലും വരുന്നതാണ് വീഡിയോ. ഒരു 9-9:30 ആകുമ്പോൾ വീഡിയോ വരുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇന്ത്യ അടിച്ച് പറപ്പിക്കുകയാണ്. 145-150 റണ്ണായി 12 ഓവറായപ്പോഴേക്കും. അത്ര അടിയാണ്. എന്തായാലും സാംസൺ, നമ്മളെ സഞ്ജു അണ്ണൻ അടിച്ച് പൊളിക്കുക തന്നെ അങ്ങേര്. വിഷയം കളി തന്നെ കേട്ടോ, അടി തന്നെ. കഴിഞ്ഞ കളിയിലെ ഫോം ഇപ്പോഴും ഇതായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല ഹാപ്പി ഉണ്ട് സഞ്ജു ഇങ്ങനെ കളിക്കണേന്. പിന്നെ എന്തായാലും നമുക്ക് കുറേ ഹൈലൈറ്റും നല്ല ലാസ്റ്റ് ഇന്ത്യ ജയിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കളി കാണാം. കളി കണ്ടതിന് ശേഷം ഞാൻ എന്തായാലും ഹൈലൈറ്റ് വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട്. ഇതിന് ഞാൻ എൻ്റെ അഭിപ്രായം കൂടെ പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യും കേട്ടോ. അങ്ങനെ കളി പകുതി വരെ ആയി. ഇനി അടുത്ത ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ആണ്. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു അടിപൊളി സ്കോർ തന്നെ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. 254 റണ്ണാണ് അവർക്ക് ജയിക്കാൻ വേണ്ടത്. നല്ല രീതിയിൽ കളിച്ചു. സഞ്ജു അത്ര അടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ എത്തൂലായിരുന്നു. സഞ്ജുവിന് തന്നെ ഒരു ഗൈഡ് കൊടുക്കണം. കാരണം അത്ര അടിപൊളിയായിട്ടാണ് സഞ്ജു കളിച്ചത്. ബാക്കി തിലക്കൊക്കെ ലാസ്റ്റ് അടിച്ചതും പൊളിയായിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ 6 കാരണം നമ്മൾ 250 കടന്നു. എന്തായാലും പൊളിയായിരുന്നു. അടിപൊളി കളി. ഇനി അടുത്തതാണ് നമ്മളെ കയ്യിൽ. എങ്ങനെയും ഇന്ത്യൻ ബോളേഴ്സ് ബുംറയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. എങ്ങനെയും പിടിച്ചെടുത്താൽ വിഷയം കളിയായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. അടുത്തൊരു ഇംഗ്ലണ്ടിൻ്റെ ഒരു ജേണിയും കൂടെ കണ്ടിട്ട് നമുക്ക് എന്തായാലും ഒരു നല്ലൊരു വിശദീകരണം കൂടെ പറഞ്ഞു നിർത്താം. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, അടിപൊളി മാച്ചായിരുന്നു. എൻ്റെ മോനെ ഇന്ത്യ അങ്ങനെ ഫൈനലിലെത്തി ഗൈസ്. അപ്പോൾ വല്ലാത്ത മാച്ചായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ കളി. എനിക്ക് ഹൈലൈറ്റ്സ് കാണിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നിങ്ങളത് വീഡിയോ വരുമ്പോൾ നോക്കിക്കൊള്ളണം. കാണാൻ പറ്റിയില്ലെങ്കിൽ കാണാൻ ബിക്കോസ് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അത്ര അടിപൊളി മാച്ചായിരുന്നു, ഒന്നും പറയാനില്ല. അവസാനം വരെയും ത്രില്ലർ. ബുംറയുടെ 2 ഓവർ എൻ്റെ മോനെ കളി ഇന്ത്യയുടെ കയ്യിലെത്തിച്ചത്. പിന്നെ സഞ്ജു ഇത്ര അടിച്ചില്ലായിരുന്നെങ്കിൽ ഈ കളി എന്തായാലും ഇത്രയൊന്നും എത്തൂല. അതിന് മുന്നേ ഇന്ത്യ തോറ്റനെ. കാരണം അത്ര ടഫിൽ ജേക്കബ് ബത്തൽ അത്രയ്ക്ക് കളിച്ചായിരുന്നു. അടിപൊളിയായിട്ട് കളിച്ചായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ബൗണ്ടറി ഹിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം. വല്ലാത്ത കളിയായിരുന്നു, ഒന്നും പറയില്ല. അവസാനം ഇന്ത്യ എന്തായാലും അടിപൊളിയായിട്ട് കളിച്ച് ജയിച്ചിട്ടുണ്ട്. 7 റണ്ണിനാണ് ഇന്ത്യ ജയിച്ചത്. 246 റൺ എന്തോ എടുത്ത് നമ്മളെ ഇംഗ്ലണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി മാച്ചായിരുന്നു. സെമി ഫൈനൽ എന്നൊക്കെ പറഞ്ഞാൽ പീക്ക് മാച്ചായിരുന്നു. ഒന്നും പറയാനൊന്നുമില്ല. ഹൈലൈറ്റ്സ് ചിലപ്പോൾ കാണിക്കാൻ പറ്റിയില്ലെന്ന് വരും. ഞാൻ ഇത്തിരി ഷോട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എടുത്തായിരുന്നു. ഇനിയിപ്പോൾ അത് ഇട്ടാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയാൽ പിന്നെ അത് ചാനലിന് ഇഷ്യൂ ആവും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും സംസാരിച്ച് നിങ്ങൾക്ക് സ്കോർ ബോർഡെല്ലാം പറഞ്ഞു തന്ന് അടിപൊളിയായിട്ട് എന്തായാലും ഇതാക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ത്യ എന്തായാലും പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഓവർ വെറും 8 റണ്ണാ കൊടുത്തോളൂ. ആ സെക്കൻഡ് ലാസ്റ്റ് ഓവർ എല്ലാം അടിപൊളി മാച്ചായിരുന്നു, ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇന്ത്യയുടെ സ്കോർ എന്ന് പറഞ്ഞത് ഇന്ത്യ 253-7 ആയിരുന്നു. അതിൽ സഞ്ജു സാംസൺ 89 റണ്ണടിച്ച് 8 4 7 6 ആണ് സഞ്ജു സാംസൺ അടിച്ചത്. അടിച്ച് പറപ്പിച്ച്. സ്ട്രൈക്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 211 ഉണ്ട് അപ്പോൾ തന്നെ. പിന്നെ അഭിഷേക് ശർമ്മ തിളങ്ങുന്നില്ല. അത് ഇപ്രാവശ്യം ഈ T20 ഒരു പരാജയമാണ് അഭിഷേക്. സത്യം പറഞ്ഞാൽ അടിപൊളി ബാറ്ററൊക്കെയാണ്, പക്ഷെ എന്നാലും ഇതിൽ കളിക്കുന്നില്ല നല്ല രീതിയിൽ. അപ്പോൾ അത് ഒന്ന് നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. 9 റണ്ണേ അടിച്ചോളൂ 7 പന്തിൽ, 2 4 മാത്രം. പിന്നെ ഇഷാൻ കിഷൻ 39 റണ്ണടിച്ച് 18 ബോളിൽ 4 4 2 6. അതും അടിപൊളി പാർട്ണർഷിപ്പായിരുന്നു സഞ്ജുവിൻ്റെ കൂടെ ഇട്ടത്. ശിവം ദൂബെ 43 റണ്ണ് 25 പന്തിൽ, ഒരു 4ഉം 4 6ഉമാണ് ശിവൻ ദൂബെ അടിച്ചത്. പിന്നെ റണ്ണൗട്ട് ഉണ്ടായി. ഹാർദിക് പാണ്ഡ്യയുടെ ജഡ്ജിങ് കാരണം റണ്ണൗട്ട് ഉണ്ടായി. ഇല്ലെങ്കിൽ അത് എന്തായാലും ഒരു നല്ലൊരു സ്കോർ വന്നേനെ കുറച്ചും കൂടെ. പിന്നെ സൂര്യകുമാർ യാദവും ആ ഒരു ടച്ച് കിട്ടുന്നില്ല. 11 അടിച്ചോളൂ, ഒരു 6 മാത്രം 6 പന്തിൽ. പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ആ എൻഡിങ് അടിപൊളിയായിരുന്നു. 27 12 ബോളിൽ 27, 3 4ഉം 2 6 അടിച്ചിട്ടുണ്ട് ഹാർദിക്. പിന്നെ തിലക് വർമ്മയുടെ ക്യാമിയോ പറയാതിരിക്കാൻ പറ്റില്ല. 7 ബോളിൽ 21 റണ്ണ്.
3 സിക്സ് അടിച്ച്. പിന്നെ അക്സർ പട്ടേൽ 2 ബോളിൽ 2. പിന്നെ ലാസ്റ്റ് വരുൺ ചക്രവർത്തിയാണ് ഇറങ്ങിയത്. റണ്ണൊന്നും അടിച്ചില്ല, പക്ഷേ ബൈ 2 പോയി. അങ്ങനെ ഓൾ ടോട്ടൽ ഇന്ത്യ അടിച്ചത് 253-7 അപ്പം പിന്നെ പറയാനാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ്. ഇംഗ്ലണ്ടിലെ മറുപടിയിൽ ഫിൽ സോൾട്ട് 5 അടിച്ചോളൂ 3 പന്തിൽ 1 4. നമ്മളെ ഹാർദിക് പാണ്ഡ്യയുടെ സിംഗിൽ പെട്ട് ഫിൽ സോൾട്ട് ഔട്ടായി. അക്സർ പട്ടേൽ 2 ബ്രില്യൻ ക്യാച്ചാണ് ഈ കളിയിൽ എടുത്തിരിക്കുന്നത്. 2 ബ്രില്യൻ ക്യാച്ചും പ്ലസ് ഒരു അടിപൊളി മാർവലസ് അസിസ്റ്റും കൊടുത്തായിരുന്നു. അത് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോയേനെ. അത്ര അടിപൊളിയായിട്ടാണ് ഇന്ന് അക്സർ ഫീൽഡ് ചെയ്തത്. പിന്നെ ജോസ് ബട്ട്ലർ 25 റൺ അടിച്ചു 17 ബോളിൽ 4 4 1 സിക്സർ. ഇതാണ് ജോസ് ബട്ട്ലർ അടിച്ചത്. പിന്നെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് 7 പന്തിൽ 7 റൺ അടിച്ച് 6 പന്തിൽ 1 4 മാത്രമേ നേടാനായി. പിന്നെ ഇംഗ്ലണ്ടിൽ അടിപൊളിയായിട്ട് കളിച്ച ഒരേ ഒരു ബാറ്ററേ ഉള്ളൂ, അത് ജേക്കബ് ബത്തലാണ്. 48 പന്തിൽ 105 റണ്ണാണ് അടിച്ചത്. 8 4 7 6. ഹാർദിക് പാണ്ഡ്യയുടെ അടിപൊളി ത്രോയിൽ നമ്മളെ സഞ്ജു അടിപൊളി വിക്കറ്റ് കീപ്പിങ്ങിൽ ഔട്ടായ, ഇല്ലെങ്കിൽ കളി കയ്യിൽ നിന്ന് പോയനെ. അടിപൊളിയായിരുന്നു ആ ഒരു ത്രോയും കാര്യങ്ങളും. പിന്നെ ടോം ബാൻഡൻ 17 2 6 1 4 5 പന്തിലാണ് അടിച്ചത്. അത് അക്സർ ബൗൾഡാക്കി. പിന്നെ വിൽ ജാക്സ് 35 റൺ അടിച്ച് 20 ബോളിൽ 4 4 2 6 അടിച്ചത്. അടി എന്നൊക്കെ പറഞ്ഞാൽ വൻ അടിയായിരുന്നു ഇംഗ്ലണ്ട്. തിരിച്ച് ഇത്ര അടിക്കുമെന്ന് വിചാരിച്ചില്ല. പിന്നെ സാം കറൻ 14 പന്തിൽ 18 2 4 മാത്രമേ ഇറങ്ങിയുള്ളൂ. സാം കറനെ ഇത്തിരി സ്ലോ ആക്കി ഇംഗ്ലണ്ടിനെ. സത്യം പറഞ്ഞാൽ നമുക്ക് ഗുണമുണ്ട്. ബുംറയുടെ 2 ഓവർ നല്ല പ്രഷ്യസ് ആയിരുന്നു. പിന്നെ ജെമി ഓവർട്ടൺ 2 റണ്ണേ ഉള്ളൂ 3 ബോളിൽ. പിന്നെ ജോഫ്ര ആർച്ചർ ലാസ്റ്റ് 3 സിക്സ് അടിച്ച് കളഞ്ഞു. വേറെ ഓപ്ഷനും ഇല്ല നമ്മളെ സൂര്യകുമാർ യാദവിന് കൊടുക്കാൻ. ശിവൻ ദൂബെ അല്ലെങ്കിൽ അക്സർ പട്ടേൽ. ശിവൻ ദൂബെ ആണെങ്കിൽ ഓവർ എറിഞ്ഞിട്ടുമില്ല, സീനുമാണ്. കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാ, ഒരു കളിയിൽ നല്ല റണ്ണ് കൊടുത്ത്. അപ്പം ഇപ്രാവശ്യം വേറെ ഓപ്ഷൻ ഇല്ല, അത് കൊടുത്ത്. പക്ഷേ എന്തോ ഭാഗ്യത്തിൽ ഹാർദിക്കിൻ്റെ ബ്രില്യൻ്റ് ത്രോയിൽ നമ്മളെ ചെറുക്കൻ സഞ്ജു റണ്ണൗട്ടാക്കി നമ്മളെ ജേക്കബ് ബത്തലിന്. അതുകൊണ്ട് മാത്രമാണ് നമ്മളെ കളി തിരിച്ച് കയ്യിലെത്തിയത്. ലാസ്റ്റ് 3 ബോൾ 6 അടിച്ചത് ദുബേര. എന്നാലും ക്ലോസ് ആയാൽ എത്താൻ പറ്റിയില്ല അവർക്ക്. അത് കാരണം നമ്മൾ ജയിച്ച്. എന്തായാലും നമ്മളെ നാട്ടിൽ നമ്മളെ തന്നെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനൽ അടിപൊളിയായിട്ട് കളിച്ചാൽ നമുക്ക് തന്നെ ഈ അടുപ്പിച്ചുള്ള കപ്പ് നമുക്ക് തന്നെ പൊക്കാം. ന്യൂസിലാൻഡ് കൂടെയാണ്, വെറുതെ കാണാൻ പറ്റൂല. അവരും നല്ല കളിക്കും. ഫിലിപ്സൊക്കെ നല്ല കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നല്ല ടാക്ടിക്സൊക്കെ ഇട്ട് കളിച്ചാൽ നമുക്കും കളി കയ്യിൽ പിടിക്കാം. നമുക്ക് മൂന്നാമത്തെ കപ്പ് നാട്ടിൽ കൊണ്ടുവരാം. പിന്നെ രണ്ടാമത്തെ തുടർച്ചയായ ഹിസ്റ്റോറിക് വിന്നും എടുക്കാം, എല്ലാം എടുക്കാം. എന്തിനായാലും അടിപൊളി കളിയായിരുന്നു, ഒന്നും പറയാനില്ല. വല്ലാത്ത കളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇന്ന് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു മാച്ചും കാര്യങ്ങളായിരുന്നു. എന്തായാലും ഇന്നത്തെ കളിയിലെയും പ്ലെയർ ഓഫ് മാച്ച് സഞ്ജു സാംസണാണ്. 89 റണ്ണ് 42 പന്തിൽ സഞ്ജു സാംസണാണ് ഇന്നത്തെയും പ്ലെയർ ഓഫ് ദ മാച്ച്. അപ്പോൾ അടുപ്പിച്ച് 2 കളി സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. സഞ്ജു തകർക്കുകയാണ്. ഇതേപോലെ സഞ്ജു ഫൈനലും കൂടെ ഇന്ത്യക്ക് വേണ്ടി അടിപൊളിയായിട്ട് അടിച്ചാൽ കേരളർക്ക് ഇനി എന്താ ആഘോഷിക്കാൻ, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പൊളിച്ചിട്ടുണ്ട് സഞ്ജു. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്ന് ഇന്ത്യ അടിപൊളിയായിട്ട് ജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഫൈനലിൽ ചിലപ്പോൾ ലൈവ് വേണം. നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ലൈവ് സ്കോർ നിങ്ങൾക്ക് പറഞ്ഞു തരായിരുന്നു. കളി കണ്ട് നമുക്കൊന്ന് ലൈവായി അങ്ങനത്തെ രീതിയിലൊന്ന് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇതാണ് വീഡിയോ. ഇനി ഹൈലൈറ്റ്സ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് വിചാരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് വീഡിയോയുടെ ഹൈലൈറ്റ്സ് ആണെന്ന്, അത് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അടിപൊളി മാച്ചായിരുന്നു. ഇത് തന്നെ ഇന്ത്യ തുടർന്ന ഇന്ത്യക്ക് 3ാമത്തെ കിരീടവും പൊക്കാം. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് 2ാമത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇവിടുത്തെ ജോർജിയയിലെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം മാക്സിമം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഓൺ ആയിരിക്കും കേട്ടോ, നോട്ടിഫിക്കേഷനൊക്കെ വരാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നാളെ അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അതുവരേക്കും ഗുഡ് ബൈ.